നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡു യു ആൻഡ് ആർ യു. ഇത് രണ്ടും നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഡു യു വെച്ചിട്ടും ചോദിക്കാറുണ്ട്, ആർ യു വെച്ചിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് എന്താണ് ഡിഫറൻസ്, ഏത് കോണ്ടെക്സ്റ്റിലാണ് ചോദിക്കേണ്ടത് എന്നൊക്കെ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡു യു നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ശീലങ്ങൾ ചോദിക്കാൻ വേണ്ടി ഡു യു യൂസ് ചെയ്യും. ഇപ്പം ഡു യു സിങ്, ഡു യു കുക്ക് ചെയ്യാറുണ്ടോ, പാടാറുണ്ടോ, ഡു യു ഗോ ടു ജിമ്മിൽ പോവാറുണ്ടോ. അപ്പോൾ അവർ നോർമലി ഒരു റൊട്ടീൻ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഡു യു യൂസ് ചെയ്യാം. അപ്പം ഒരു എക്സാമ്പിൾ, ഡു യു കുക്ക് ചെയ്യാറുണ്ടോ. ഓക്കെ, അപ്പം ഇവിടെ ഈ കുക്കിൻ്റെ കാര്യം തന്നെ എങ്ങനെ ചോദിക്കാം? ആർ യു കുക്കിംഗ്. ആർ യു കുക്ക് എന്ന് പറയില്ല, ആർ യു കുക്കിംഗ് ആണ് ഇവിടെ വരിക. ആർ യു കുക്കിംഗ് എന്താ അതിൻ്റെ അർത്ഥം? ദാറ്റ് മീൻസ് ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നാണ് അതിൻ്റെ അർത്ഥം. ആർ യു കുക്കിംഗ്, ഇപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ. ഇപ്പം നടക്കുന്ന കാര്യം ചോദിക്കാനാണ് ആർ വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പക്ഷേ ഡു എന്തായിരുന്നു? ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നത്. ഇപ്പം ആർ യു റെഡി എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ റെഡിയാണോ, റെഡി ആയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഡു യു ആൻഡ് ആർ യു. ഡു യു വെച്ചിട്ട് വേറൊരു ക്വസ്റ്റ്യൻ, ഡു യു ലൈക്ക് മ്യൂസിക്. മ്യൂസിക് ഇഷ്ടമാണോ? അതുപോലെ ഡു യു നോ ഇംഗ്ലീഷ് അറിയുമോ? ഡു യു വാണ്ട് ഐസ്ക്രീം വേണോ? അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഡു ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഡു യു ഗോ ടു ജിം എന്ന് വെച്ചാൽ എന്താ? ജിമ്മിൽ പോകാറുണ്ടോ. അതേസമയം ഇവിടെ എങ്ങനെയായിരിക്കും വരിക? ആർ യു ഗോയിങ് ടു ജിം. ആർ യു ഗോയിങ് ടു ജിം എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുകയാണോ, ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ആണോ. പക്ഷേ ഇവിടെ എന്താ? പോകാറുണ്ടോ എന്നാണ്. സോ ആ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. വേറെ എക്സാമ്പിൾ, ഡു യു ഡ്രൈവ് കാർ എന്ന് വെച്ചാൽ എന്താ? കാർ ഓടിക്കാറുണ്ടോ എന്നാണ്. ഇവിടെ എന്താവും? ആർ യു ഡ്രൈവിങ് കാർ. അപ്പോൾ എന്താ ഇവിടെ മീനിങ് വരിക? കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണോ, ഇപ്പോൾ നിങ്ങൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണോ. ആർ യു ഡ്രൈവിങ് കാർ. ഓക്കെ, അതുപോലെ നിങ്ങൾ സിനിമ കാണാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? കാണുക, വാച്ച്. ഡു യു വാച്ച് മൂവീസ്. അവിടെയോ? നിങ്ങളിപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണോ. ആർ യു വാച്ചിങ് മൂവി. ഇപ്പം സിനിമ കാണുകയാണോ, സിനിമ കാണാറുണ്ടോ. ഡിഫറൻസ് മനസ്സിലായില്ലേ? അതുപോലെ വേറൊരു കാര്യം ചോദിക്കാം. അതുപോലെ നീ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? ഡു യു പ്ലേ ക്രിക്കറ്റ്. ഡു യു പ്ലേ ക്രിക്കറ്റ്. നീ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ. ആർ യു പ്ലേയിങ് ക്രിക്കറ്റ്. ഓക്കെ, അപ്പം ഡു യു ആൻഡ് ആർ യു ഇതുപയോഗിച്ച് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡു യു വെച്ച് ചോദിക്കുക, അതുപോലെ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആർ യു വെച്ച് ചോദിക്കുക എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഒരു പേഴ്സണൽ മെൻറ്ററിൻ്റെ സഹായത്തോടെ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, our contact details are in the description below. Feel free to contact us.